ഇന്ന് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിതാ ഈ 2 സൈസ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്കിതാ പിൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 2 ബീഡ്സും ഇങ്ങനെ കോർത്ത് കൊടുക്കണം. ആദ്യം ബീഡ്സ് എടുത്ത് ഇങ്ങനെ കോർത്തതിന് ശേഷം നെക്സ്റ്റ് ബീഡ്സ് എടുത്ത് ഈ ഷേപ്പിൽ വേണം നിങ്ങൾ കോർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കവിടെ ഒന്ന് അങ്ങനെ വളച്ചു കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചതിന് ശേഷം വീണ്ടും ഒരു പിന്നാണ് ഞാൻ എടുത്ത് അതിൽ കോർത്തിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ബ്രേസ്ലെറ്റിൻ്റെ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലുള്ള റോ മെറ്റീരിയൽസിനായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അത് പഴയതുപോലെ ആ പിന്നിലോട്ട് വീണ്ടും നമുക്ക് ആ ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ടൈറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കുറേ ബീഡ്സ് നമ്മൾ കോർത്ത് കൊടുക്കണം. ഞാൻ ഇതുപോലത്തെ ബീഡ്സ് 7 ടൈംസ് ആണ് കോർത്ത് കൊടുക്കുന്നത്. ഈ ബ്രേസ്ലെറ്റിൻ്റെ കിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ 2 ബീഡ്സിലുമായിട്ട് 200 ബീഡ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 100 പിൻ, ജംപ് റിങ്സ്, ഹൂക്ക്, ചെയിനൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കിറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 10ൽ കൂടുതൽ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ കിറ്റ് നമ്മൾ 175 റുപ്പീസിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ കിറ്റിൽ തന്നെ 500 കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് കൂടെ മേക്ക് ചെയ്യേണ്ട തിങ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാനിത് 7 പ്രാവശ്യം ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ എൻഡിലൊന്ന് ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ആ ജംപ് റിങ്സിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രേസ്ലെറ്റും അതിനുശേഷം ഒരു ചെയിനും അതിലൊന്ന് കോർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ജംപ് റിങ്സിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ചെയിന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എൻഡിലാണ് നമുക്ക് ഈ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഹാങ്ങിങ്സ് ഒന്ന് നമ്മളതിൽ തൂക്കി കൊടുക്കുന്നത്. അതിനായിട്ട് വീണ്ടും ഒരു പിൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഹാങ്ങിങ്സിനായിട്ട് ബീഡ്സ് ഇങ്ങനെ തിരിച്ച് വേണം കോർത്തെടുക്കാൻ. ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം മുകൾ ഭാഗത്തൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ജംപ് റിങ്സ് കൂടെ എടുത്തതിന് ശേഷം അതിലും കോർത്ത് ആ ചെയിനിൻ്റെ എൻഡിലും കൂടി ഒന്ന് കോർത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ്സ് റെഡിയായി കിട്ടും. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ, അതുപോലെ ജോലിക്ക് പോകുന്നവരായാലും നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിതുപോലെ ഇതും ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡിൽ എൻഡിൽ ഒരു ഹൂക്ക് കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റ് റെഡിയായി കിട്ടും. അതിനായിട്ടൊരു ജംപ് റിങ്സ് എടുത്തതിന് ശേഷം നമ്മുടെ ആ ബ്രേസ്ലെറ്റിൻ്റെ എൻഡിൽ ഈ ജംപ് റിങ്സ് കോർത്തിട്ട് ആ ഹൂക്കും ഇതിൽ കോർത്തിട്ട് ജംപ് റിങ്സിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഹൂക്ക് ശരിയായി കിട്ടും. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.